Hello friends, welcome back to Technique in Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 8 എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ അടുത്ത് ഇൻഫിനിക്സ് സ്മാർട്ട് 8 HT എന്ന് പറഞ്ഞ ഡിവൈസ് ഇറക്കിയായിരുന്നു. അപ്പോൾ അതിലും ഒരു ഡിഫറൻ്റ് ആയ ഒരു സ്പെക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഹീലിയോ G36 ഒക്ടകോ പ്രോസസ്സറാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു 50 മെഗാ പിക്സൽ AI ക്യാമറ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 6749 രൂപയാണ് ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ട്. അപ്പോൾ 7000 രൂപയ്ക്ക് താഴെ ഉള്ള ഒരു ബഡ്ജറ്റ് 4G ഡിവൈസാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ക്വിക്കായ അൺബോക്സിംഗ് ചെയ്യാം നമുക്ക്. അപ്പോൾ അൺബോക്സിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം സ്മാർട്ട് 8 എന്ന് ചെയ്യണം. 64 GB സ്റ്റോറേജ് ആണ് വരുന്നത്. 8 GB റാം ഉണ്ട്, പക്ഷേ അതിൽ 4 GB വെർച്വൽ റാം ആണ്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ വിത്ത് റിംഗ് ലൈറ്റ് ഫ്ലാഷ്. അതേപോലെ മാജിക് റിംഗ് ഉണ്ട്. മാജിക് റിംഗ് നമ്മൾ ഓൾറെഡി ഇൻഫിനിക്സിൻ്റെ ഡിവൈസിൽ കണ്ടതാണ്. നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന മാജിക് റിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ സ്പെക്സ് ചെയ്തിരുന്നത് 90 ഹോൾസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ, 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, മീഡിയടെക്കിൻ്റെ ഹീലിയോ G36 ഒക്ടകോ പ്രോസസ്സറാണ്. സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇമേഴ്സീവ് സൗണ്ട്, DTS സറൗണ്ട് ഉണ്ട്, പിന്നെ DTS പ്രോസസ്സിംഗ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് അപ് ടു 8 GB റാമും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. ബോക്സ് തുറന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 8 എന്ന് പറഞ്ഞ ഡിവൈസ്. പുതിയതായി ബഡ്ജറ്റ് സീരീസിൽ ഇറക്കുന്ന ഒരു ഡിവൈസ് ആണ്. എഗെയിൻ ഇതൊരു 4G ഡിവൈസാണ് കേട്ടോ. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരുപാട് 5G ഡിവൈസ് ഇറങ്ങണമെങ്കിൽ ഇതൊരു 4G ഡിവൈസാണ്. അപ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ കാറ്റഗറിയിലാണ് വരുന്നത് 4G ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഡിവൈസ്. അപ്പോൾ ഇതാണ് ഡിവൈസ് സ്മാർട്ട് 8 എഴുതിയതാണ്. ഡ്യുവൽ ക്യാമറ. പിന്നെ ഇവിടെ നമുക്കൊരു എന്താ പറയുക കേബിളാണ് വരുന്നത്. USB Type-C കേബിളാണ്. പിന്നെ സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ സ്റ്റാൻഡേർഡ് 10 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്കൊരു കേസ് കൂടെ ഉണ്ട്. ഇതിനിടയിൽ ഒരു കേസ് ഉണ്ട്. ഇതൊരു ഹാർഡ് കേസാണ്, നല്ലൊരു കേസാണ്, കുഴപ്പമില്ലാത്തൊരു പ്രൊട്ടക്ഷനൊക്കെ തരുന്ന ഒരു ഹാർഡ് കേസാണ്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഇതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 8 എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ടിംബർ ബ്ലാക്ക്, ഗോൾഡ് ഉണ്ട്, റെയിൻബോ ബ്ലൂ, ഗാലക്സി വൈറ്റ്, അങ്ങനെ 4 കളേഴ്സിലാണ്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ്. ഇതിനകത്ത് ഇതിൻ്റെ തിക്നെസ് വെച്ചാൽ അറൗണ്ട് 88.5 mm ആണ് വരുന്നത് തിക്നെസ്. പിന്നെ വെയിറ്റ് ആണെങ്കിൽ 189 grams ആണ്. അപ്പോൾ നല്ലൊരു ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ലതാണ്. പിന്നെ ഡിവൈസിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈനാണ്. ഇവിടെ നമുക്കൊരു നല്ലൊരു ബ്ലൂയിഷ് കളറാണ്, ഒരു ഡ്യുവൽ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റിൽ വെക്കുമ്പോൾ കുറച്ചൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ AI ഡ്യുവൽ ക്യാമറ, LED ഫ്ലാഷിംഗ് കാണാം. പിന്നെ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. വോളിയം കീസ് കാണാം. മോൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ സിം ട്രേ ആണ് വരുന്നത്. പിന്നെ നമുക്ക് താഴെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ബെസൽസ് ഉണ്ട്. മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിൽ പോലും ഇത്രയും മിനിമൽ ബെസൽസ് ആണ്. താഴത്തെ ബെസൽസ് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഒരു ആസ്പെക്റ്റ് ആണെന്ന് പറയാം. കാരണം പൊതുവേ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് പല ഫോൺസും വാട്ടർ ഡ്രോപ്പ്, ഇൻഫാക്ട് നമ്മളിപ്പോൾ അടുത്തൊരു അൺബോക്സിങ് ചെയ്തതിൽ അതിൽ 20,000 രൂപയ്ക്ക് ഫോണിൽ വരെ വാട്ടർ ഡ്രോപ്പ് നോച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഫിനിക്സ് ചെയ്യുന്നത് നല്ലൊരു ഇതാണ്. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിലും പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. ഇതൊരു 6.6 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ്. 90.8 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസൽസ് വളരെ മിനിമലാണ് വരുന്നത്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. LCD ഡിസ്പ്ലേയാണ്, IPS LCD ഡിസ്പ്ലേയാണ്. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് 180 Hz ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലൊന്ന് പോകാം. ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിഫ്രഷ് റേറ്റും കൂടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഉണ്ട് 90 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നത്. ഓട്ടോ സ്വിച്ച് ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ 90 Hz വരുമ്പോൾ കുറച്ച് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിളൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരം ഇൻഫിനിക്സിൽ കാണുന്ന പോലെ തന്നെയാണ് വരുന്നത്. വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ടച്ച് റെസ്പോൺസ്, നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്. കളേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേന് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഡ്യുവൽ സിം കാർഡ് പ്ലസ് മൈക്രോ SD കാർഡും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം.
ഇതിനകത്ത് ഇൻഫിനിക്സിൻ്റെ UI ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. മൈ ഫോൺ ഇൻഫിനിക്സിൻ്റെ XOS ആണ്, സ്മാർട്ട് 8 HD. ഇവിടെ കണ്ടില്ലേ, സ്മാർട്ട് 8 ആണ്, സ്മാർട്ട് 8 HD അല്ല. ഹീലിയോ G36 ഒക്ടകോ പ്രോസസ്സറാണ്. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 4GB റാം, 64GB സ്റ്റോറേജാണ് വരുന്നത്. അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്കറിയാലോ, ഇൻഫിനിക്സിൻ്റെ എല്ലാ UIയിലും വരുന്ന പോലെ തന്നെ ഇതിനകത്തും എക്സ്പീരിയൻസ് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. ടച്ച് റെസ്പോൺസ് നല്ലതാണ്. പിന്നെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ടൂൾസും ഉണ്ട്. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ സീനാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബ്ലോട്ട് വേസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നി. ചെറിയ ആപ്സ് ഒക്കെ ഉണ്ട്, വാവ് FM, എക്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞാൽ 1-2 ആപ്സ് ഉണ്ടെന്ന് പറയാം. സ്പോട്ടിഫൈ ഉണ്ട്. പക്ഷേ ബാക്കി എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല ഒരു UI എക്സ്പീരിയൻസ്. ഒരുപാട് ബ്ലോട്ട് വേസ് ബണ്ടിൽ ചെയ്തിട്ടില്ല എന്നുള്ള നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. വളരെ നല്ല റെസ്പോൺസീവ് UI ആണ്. പിന്നെ ഹീലിയോ G36 പറഞ്ഞത് ഒരു എൻട്രി ലെവൽ ചിപ്പ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 6749 രൂപയാണല്ലോ, ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെ പെർഫോമൻസിന് കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. അത്യാവശ്യം ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡിവൈസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇതിനകത്ത് LPDDR4X റാമാണ്, പിന്നെ 64GB സ്റ്റോറേജ് ആണ്, 4GB റാമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ലാഗ് ഒന്നും തന്നെ ഇല്ല, എന്നാൽ ഭയങ്കര ഒരു ഫാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം MediaTekൻ്റെ ഹീലിയോ G36 അത്രയ്ക്ക് ഒരു പെർഫോമൻസ് ഉള്ളൂ. കാരണം ബഡ്ജറ്റ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ അത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. എന്നാലും ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. നമുക്കിവിടെ 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ AI ക്യാമറ ആണ്. വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും കാണാം. AI ക്യാം, ബ്യൂട്ടി മെയ്ഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ സ്ലോ മോഷൻ, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് സ്മാർട്ട് 8 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ബഡ്ജറ്റ് ഒരു 6000-7000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്കിവിടെ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ്. അതിനകത്ത് f1.85 അപ്പേച്ചറാണ്. പിന്നെ ഒരു AI ലെൻസ് ഉണ്ട്. സെൽഫി ക്യാമറയാണ്, 8 മെഗാപിക്സലാണ്. ഫ്രണ്ട് ക്യാമറേൻ്റെ അപ്പേച്ചർ എന്ന് പറഞ്ഞാൽ f2.0 ആണ് അപ്പേച്ചർ വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ ആസ്പെക്ട്സ് പറയുക. ഇനി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇവിടെ സൈഡിലാണ്, സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ സെൻസേഴ്സിൻ്റെ പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ, ജൈറോസ്കോപ്പ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ്. പിന്നെ USB OTG സപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 10 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി 10 watt ചാർജിങ് ആകുമ്പോൾ കുറച്ച് ടൈം ഒബ്വിയസ്ലി എടുക്കും. എന്നാൽ പോലും ചാർജർ ഇൻക്ലൂഡഡ് ആണ് ബോക്സിൽ. പിന്നെ നമുക്കൊരു എനിക്കൊന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാൻ. 5000 mAh ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം അധികം എടുക്കും. അപ്പോൾ നമുക്ക് രാത്രി ചാർജിങ് ആയിരിക്കും നല്ലത്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1-1.5 ദിവസമൊക്കെ എനിക്ക് ലാസ്റ്റ് തോന്നുന്നു. ഹെവി യൂസേജ് ഒബ്വിയസ്ലി ഡിവൈസിന് ഇൻറ്റൻറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1.5 ദിവസമൊക്കെ ബാറ്ററി ലാസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു ബേസിക് യൂസേജിൽ. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 8ൻ്റെ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസ് വേണമെങ്കിൽ പറയാം. 5G വേണമെങ്കിൽ നിങ്ങൾക്ക് വില കുറഞ്ഞ ഒരു ഡിവൈസ് വേണമെങ്കിൽ പറയാം. ഒരു 6700 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ഡിസൈനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. 50 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്. സ്മാർട്ട് 8 HD ഒരു കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഡിവൈസാണ്. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു 4G ഡിവൈസാണ്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിവൈസിനെ കുറിച്ച്, അപ്പോൾ അത് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.